ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് മറ്റൊരു വാർത്തയിലേക്ക്. രാജസ്ഥാനിലെ രാംഗഡ്, ഹരിയാനയിലെ ജിന്ദ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ്. ഡിസംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ഇവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. BJPയും കോൺഗ്രസും BSPയും തമ്മിൽ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുക. കോൺഗ്രസിന്റെ മീഡിയ വിഭാഗം തലവൻ രൺദീപ് സിംഗ് സുർജേവാലയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ജിന്ദ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്. സീറ്റ് ഓം പ്രകാശ് ചൌട്ടാലയുടെ പാർട്ടിയായ INLDയിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസും BJPയും ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പായതിനാൽ പാർട്ടികൾക്ക് ഇരു സീറ്റുകളും വിജയം അനിവാര്യമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാകുന്ന നിയമസഭ ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കരുതൽ തടങ്കലും പോലീസ് പിക്കറ്റും പോലീസ് ഏർപ്പെടുത്തി. അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും അത്തരം സന്ദേശങ്ങൾ കൈമാറുന്നതും കുറ്റമായി കണ്ട് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു. ഇത്തരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയ ശക്തമായ നടപടികൾ കാരണം സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട ഗൂഢപദ്ധതികൾ നടക്കാതെ പോവുകയാണ് ഉണ്ടായത്. സർ ബി ഉണ്ട്. 3/1/2019 ഹർത്താലുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ച വകയിൽ 28,43,072 രൂപയും സ്വകാര്യ മുതൽ നശിപ്പിച്ച വകയിൽ 1,03,28,526 രൂപയുടെയും നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. സി ഹർത്താലിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമികളിൽ കുറേ പേരെ സംഭവസ്ഥലത്ത് വെച്ചും മറ്റുള്ളവരെ അക്രമ സംഭവങ്ങൾ ചിത്രീകരിച്ച വീഡിയോ ഫോട്ടോകളിൽ നിന്നും തിരിച്ചറിഞ്ഞും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡി വർഗീയ കലാപങ്ങൾ, ബന്ദ്, ഹർത്താൽ, പണിമുടക്ക്, റോഡ് ഗതാഗതം സ്തംഭിപ്പിക്കൽ, പ്രകടനങ്ങൾ, ധർണകൾ, മാർച്ച്, ജാഥകൾ മുതലായവ നടത്തി പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് 1984 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിക്കാനും കുറ്റക്കാരിൽ നിന്ന് നഷ്ടം ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ മുതലുകൾ നിക്ഷേപിക്കുന്നത് തടയാനായി സർക്കാർ പ്രത്യേക ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2019 ജനുവരി 8 നിലവിൽ വന്ന ദ കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് 2019 പ്രകാരം വർഗീയ കലാപങ്ങൾ, ഹർത്താൽ, ബന്ദ്, പ്രകടനങ്ങൾ, മാർച്ച്, ജാഥ, റോഡ് ഗതാഗതം സ്തംഭിപ്പിക്കൽ എന്നിവ മൂലം സ്വകാര്യ മുതലുകൾക്കുണ്ടാകുന്ന നാശത്തിന് നഷ്ടപരിഹാരം ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ പിഴയോടുകൂടി 5 വർഷം വരെ തടവ് ശിക്ഷ നൽകുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്ഫോടനം, തീ എന്നിവയ്ക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ജീവപര്യന്തമോ 10 വർഷം വരെ തടവും പിഴയുമോ ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയുമുണ്ട്. ജാമ്യ അപേക്ഷയിൽ പ്രോസിക്യൂഷന് കേൾക്കാനുള്ള അവസരം നൽകുക, നശിപ്പിക്കപ്പെട്ട മുതൽ സംബന്ധിച്ച മൂല്യം സർക്കാർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർണ്ണയിക്കുകയും ആ തുകയുടെ പകുതി സെക്യൂരിറ്റിയായി കോടതിയിൽ കെട്ടിവെക്കുക, ഇവ ചെയ്യാത്ത പക്ഷം ജാമ്യം ലഭിക്കുകയില്ല എന്നും ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്യുന്നു. സർ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ടാഗ്ലൈനാണ് സർ നമ്മുടെ കേരളത്തിനുള്ളത്. പക്ഷേ ഇന്ന് ഹർത്താലിൻ്റെ സ്വന്തം നാട് എന്ന പേരിലേക്ക് മാറേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നത്. സർ, ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കാലഘട്ടം ഡിസംബർ, ജനുവരി മാസങ്ങളാണ്. ഒരുപാട് പണം സർ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി ചെലവഴിച്ച് അവിടെ റോഡ് ഷോ നടത്തി വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് UK, US പോലുള്ള രാജ്യങ്ങൾ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. സർ, ഇതിന് ഒരു മാറ്റം ഉണ്ടാകണ്ടേ? നമ്മുടെ ഈ
കേരളത്തിൽ ഇതുപോലെയുള്ള ഈ ഹർത്താലുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആയതുകൊണ്ട് സർക്കാർ പുതിയ സാഹചര്യങ്ങളുടെയും കോടതി വിധികളുടെയും പശ്ചാത്തലത്തിൽ ഹർത്താൽ സംബന്ധിച്ച് ഒരു തുറന്ന ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചേർക്കാനും ഹർത്താൽ മൂലം ഓരോ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാർഗം ചർച്ച ചെയ്യാനും സർക്കാർ തയ്യാറാണ്. സർ, ഇത് വളരെ ഗൗരവമായ ഒരു നിർദ്ദേശമാണ് ബഹുമാനായ അംഗം നൽകിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയിലുള്ള ഉത്കണ്ഠയും കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖല പരിശോധിച്ചാൽ ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ്. അത് നല്ല നിലയിൽ ആരോഗ്യകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, നിർഭാഗ്യകരമായ ഒരു വശം കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തടയാൻ ബോധപൂർവമുള്ള ചില നടപടികൾ കേരളത്തിൻ്റെ വികസനത്തിന് ഇതേവരെ ഒരു പങ്കും വഹിക്കാത്ത ചില ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. കേരളം ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. നാം ക്രമാനുഗതമായി കേരളത്തെ ഈ രീതിയിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർ, അതിന് നമ്മുടെ സമൂഹം തന്നെയാണ് ഉത്തരവാദി. ഇതിനെതിരെ ഇക്കാര്യത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്തവർ ഈ വളർച്ച മുന്നോട്ട് പോകരുത് എന്ന് മാത്രമല്ല അതിനെ പുറകോട്ടടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. സർ, അതിൻ്റെ ഭാഗമായാണ് സമൂഹവും രാജ്യവും ലോകം തന്നെയും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇടവിട്ട് ഹർത്താൽ ഈ അടുത്ത കാലത്തുണ്ടായത്. സർ, ഹർത്താൽ എന്ന സമരമാർഗത്തെ ആകെ തള്ളിപ്പറയാൻ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകില്ല. കാരണം ജനകീയ പ്രതിഷേധത്തിൻ്റെ അവസാന രൂപം പല മട്ടിൽ വരും. അത് ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്നതിന് ആരും എതിരാവില്ല. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ദുഷ്പേരുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഹർത്താലുകളാണ് ഇവിടെ ബോധപൂർവം സംഘടിപ്പിക്കുന്ന നില വന്നത്. ഇത് ടൂറിസത്തെയും മറ്റു തരത്തിലും നമ്മുടെ സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അദ്ദേഹം വെച്ച നിർദ്ദേശം ലീഗിൻ്റെയും UDF-ൻ്റെയും പൊതുവായ അഭിപ്രായമാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സംബന്ധിച്ച് ഗൗരവമായി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതെ സർ. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ സഭയുടെ മുമ്പാകെ ഹർത്താൽ നിയന്ത്രണ ബില്ല് അവതരിപ്പിച്ചിരുന്നു. സർ, ആ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. സർ, ആ ബില്ല് നിയമമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം, ഒരു സമവായത്തിൽ എത്തുമെന്നുള്ളത്. എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ കെ മുനീർ. സർ, ഈ ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് SM സ്ട്രീറ്റിൽ വളരെ മതസൗഹാർദ്ദപരമായി നിൽക്കുന്ന ഒരു ഇടമാണ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. അതിൽ വിഷം കലർത്തുന്ന രീതിയിൽ അവിടെ ഹർത്താലിൽ വലിയൊരു ആക്രമണം ഉണ്ടായി. വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്ര പ്രതികളെ പിടിച്ചു എന്നും സാധാരണ അങ്ങനെ ആക്രമിക്കുന്നവരിൽ നിന്നും പണം ഈടാക്കി ആ നാശനഷ്ടത്തിനുള്ള പണം അവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ വ്യാപാരികൾ വലിയ കഷ്ടപ്പാടിലാണ്. ആ പണം അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. സർ, ആ പ്രത്യേക കേസിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് പ്രത്യേകമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ ഗൗരവമായ നടപടി തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പോലീസും അത് ഗൗരവമായാണ് കണ്ടിട്ടുള്ളത്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള തുറ നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കേസ് വളരെ ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. ശ്രീ ടി. എ. അഹമ്മദ് കബീറിന് പകരം ശ്രീ സി. മമ്മൂട്ടി. സർ, രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഹർത്താലുകൾ നമ്മൾ കേരളത്തിൽ നടത്തും. പക്ഷേ ഈ അടുത്ത കാലത്തായി മൊത്തം 365 ദിവസങ്ങളിൽ 10% ദിവസങ്ങളും നമ്മുടെ നാട് ബന്ദിൽ അകപ്പെട്ട് ഹർത്താലിൽ അകപ്പെട്ട് പിടിക്കുക. സർ, ആര് ആഹ്വാനം ചെയ്താലും ആഹ്വാനം ചെയ്യുന്നവർ കടകൾ അടക്കട്ടെ, അല്ലെങ്കിൽ അവർ പണിമുടക്കട്ടെ, അല്ലെങ്കിൽ അവർ വാഹനം ഓടാതിരിക്കട്ടെ, മറ്റുള്ളവർ കൂടി നിർബന്ധമായും അത് പങ്കെടുക്കണമെന്ന അക്രമാസക്തമായ രീതിയിൽ സമീപിക്കുന്ന ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആരാഹ്വാനം ചെയ്താലും
അവരവർ നടത്തുന്നതല്ലാതെ വാഹനങ്ങൾ തടയാനോ കടകൾ അടപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനോ പാടില്ല എന്ന കർക്കശമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് എല്ലാവരും സമാജത്തിലൂടെ ആ ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ അങ്ങ് തയ്യാറാകുന്നു. സർ, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ അഭിപ്രായത്തോട് പൂർണ്ണ യോജിപ്പാണ്. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണവുമായി മല്ലിട്ട് കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, കരീം മുസ്ലിയാർ. അദ്ദേഹം ഹർത്താൽ ദിനത്തിൽ ഈ ഹർത്താൽ അനുകൂലികളുടെ ക്രൂരമായ വെട്ടും കുത്തുമൊക്കെ ഏറ്റ് ഇപ്പോഴും മംഗലാപുരം ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത് ഈ ഹർത്താൽ അനുകൂലികൾ ചെയ്ത ഈ ക്രൂരകൃത്യങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഞാൻ പറയാതെ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയാം. അങ്ങക്കെതിരെ ഒരു പെൺകുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് ഞങ്ങൾക്കത് ശക്തമായി എതിർത്തിരുന്നു. അപ്പോൾ ഈ മൗലവിയുടെ ചികിത്സക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവുണ്ട്. അത് ഈ അക്രമം ചെയ്തവരിൽ നിന്ന് പിടിച്ചു വാങ്ങി സർക്കാർ കൊടുക്കുവോ അല്ലെങ്കിൽ സർക്കാർ ആ കുടുംബത്തിന് വല്ല സഹായം ചെയ്യുമോ? അതുപോലെ തന്നെ 31 കേസുകളാണ് ഈ മഞ്ചേശ്വരം ഭാഗത്ത് ഈ ഹർത്താൽ ദിനവുമായി ബന്ധപ്പെട്ട സംഭവവുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 31 കേസുകളിലും ഇരകളാണ് സർ പ്രതികൾ. അപ്പം ഈ മഞ്ചേശ്വരം പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഈ 31 കേസുകളും ഒരു പ്രത്യേക ടീമിനെ വെച്ച് പുനരന്വേഷണം നടത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമമാണത്. അത് ബോധപൂർവമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ നീക്കം. അതുമാത്രമല്ല, വർഗീയ സംഘർഷത്തിലൂടെ മറ്റു പ്രദേശങ്ങളിൽ ലാഭം നേടിയ ശക്തികളുണ്ട്. അപ്പോൾ ഇത് തങ്ങൾക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് അക്കൂട്ടർ കണക്കൂട്ടുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ഗൗരവമായി പൊതുസമൂഹം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ജാഗ്രതയോടെ കാര്യങ്ങൾ നീക്കുകയാണ്. അതീവ ഗൗരവമായ നടപടികൾ തന്നെ പോലീസ് അവിടെ എടുത്തു വരികയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പ്രത്യേകമായ ആ ആക്രമണ സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. ശ്രീ മുല്ലക്കര രത്നാകരൻ. സാർ, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഹർത്താലുകളിലും സമരങ്ങളിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമരത്തിൽ UDFിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു കാര്യം വിശ്വാസികൾക്കൊപ്പമെന്നാണ്. സാർ, വിശ്വാസികൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുണ്ട്, അവിശ്വാസികളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതു സംവിധാനമാണ്. ആ സംവിധാനത്തിനപ്പുറം ഇത്തരം ഒരു കാര്യം ഹർത്താലിൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തിൻ്റെയോ ആശയങ്ങളുടെയോ പെർവ്യൂവിൽ വരുന്നതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇടപെടിക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരം കാര്യത്തിൽ ഹർത്താലോ സമരമോ ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നതായോ അല്ലെങ്കിൽ നിയമപരമായി നിരോധിക്കുന്നതായോ ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെന്റിന് നിയമപരമായി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ പരിശോധിക്കും. സർ, നമ്മുടെ രാജ്യത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും ഗൗരവമായ ഒരു അവസ്ഥ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്ന സമീപനമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് മതനിരപേക്ഷത ഉറപ്പു നൽകുന്നത്. ഈ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കം യഥാർത്ഥത്തിൽ ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ്, ഭരണഘടനയെ വെല്ലുവിളിക്കൽ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. അതിന് വിശദമായ നിയമപരിശോധന വേണം. ആ പരിശോധന നടത്തി നോക്കാം. ശ്രീ KC ജോസഫ്. സർ, മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം നിഷ്പക്ഷമായ നിയമനിർവഹണം. പക്ഷെ അതിന് നിരക്കുന്നതല്ല സംഭവവികാസങ്ങൾ. സർ, കോട്ടയത്ത് ആംഗ്ലിക്കൻ സഭയിലെ വിശ്വാസികളെ തടഞ്ഞൊരു കേസിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു മാർച്ച് നടത്തി, പോലീസ് SP ഓഫീസ് മാർച്ച്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രാധാകൃഷ്ണൻ പങ്കെടുത്ത മാർച്ചാണത്. ഒരു പ്രകോപനം ഉണ്ടാകാതെ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെ വനിതാ വൈസ് പ്രസിഡന്റിനെ അടക്കം
പോലീസ് കൈ അടിച്ച് പരിക്കേറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഒരു അക്രമ സംഭവം ഉണ്ടായില്ല. അതേ സമയത്ത് പണിമുടക്ക ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ SBIയുടെ ഓഫീസ് ആക്രമിച്ചു. റോഡ് ബ്ലോക്ക് ചെയ്ത് പന്തലിട്ട് തടസ്സപ്പെടുത്തി. ഹർത്താലാണ് വിഷയം. സംസ്ഥാനത്തെ മുഴുവൻ ഭരണകക്ഷിയുടെ പിൻബലത്തിൽ നടന്ന സംഭവങ്ങൾ പോലീസ് കണ്ണടച്ചു. ഇത്തരത്തിൽ ഒളിത്താവളങ്ങളിലുള്ള അക്രമികളെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിക്കാൻ പോയാൽ ശിക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ ഒരു തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. നീതിപൂർവമായി നിഷ്പക്ഷമായി മുഖം നോക്കാൻ പോലീസ് പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കുമോ? സർ, ബഹുമാനായ അംഗത്തിന് ഇങ്ങനെയൊരു പൊതുവായ സ്വഭാവമുണ്ട്. ഏത് നല്ല കാര്യത്തെയും മോശമായി കാണുക എന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടന്നത്. ഇവിടെ പോലീസ് സ്വീകരിക്കുന്ന സമീപനം ഏത് തെറ്റായ കാര്യങ്ങൾക്കെതിരെയും ഏത് അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയാണ്. അക്രമം ആരിൽ നിന്നുണ്ടായാലും സമ്മതിക്കില്ല. ആ നടപടികൾ ശക്തമായി സ്വീകരിച്ചു പോവുകയാണ്. സംസ്ഥാനത്താകെ അതുകൊണ്ട് തന്നെയാണ് ശാന്തമായ അന്തരീക്ഷം നിന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം തകർക്കുന്നതിനുള്ള സമീപനമാണ് പൊതുവെ അക്രമികളുടെ ഭാഗത്തുണ്ടായിരുന്നത്. ബോധപൂർവം ആസൂത്രണം ചെയ്തായിരുന്നു അത്. അതാണ് തടയാൻ പോലീസിന് കഴിഞ്ഞത്. പോലീസിൻ്റെ സംയോജിതമായ ഇടപെടലിൻ്റെ ഭാഗമായി ദീർഘദർശിത്വത്തോടെ ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ശാന്തമായ അന്തരീക്ഷം കേരളത്തിലുണ്ടാകുന്നത്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ. മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത ആളെ ബലിദാനിയായി ചിത്രീകരിച്ചുകൊണ്ട് ഹർത്താൽ നടത്തുകയും ഈ നാടെമ്പാടും കലാപമുണ്ടാക്കുകയും ശ്രമിക്കുകയും ചെയ്ത സംഘ് പരിവാർ ശക്തികൾക്കെതിരായിട്ട്, അക്രമകാരികൾക്കെതിരായിട്ട് വളരെ ഫലപ്രദമായ നടപടിയാണ് നമ്മുടെ പോലീസ് സ്വീകരിച്ചത്. അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് UDF-ൽ നിന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. സാർ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് MLA-മാരും MP-മാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഈ ഹർത്താലുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നടന്ന സമരങ്ങൾ നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു എന്നാണ്. അതായത് ഭരണഘടനയ്ക്കെതിരായിട്ട് ഈ സംസ്ഥാനം നടന്ന സമരങ്ങൾ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ്. അതേക്കുറിച്ച് ഒരു അക്ഷരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പറയാനില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിക്കൂട്ട് നിർത്താനാണ് അവർക്ക് താല്പര്യം. സാർ, ഇത്തരത്തിൽ ഹർത്താലുകൾ നടത്തുന്ന മിന്നൽ ഹർത്താലുകൾ നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും? സർ, ഇക്കാര്യത്തിൽ ഒരു പൊതുവികാരം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പൊതുവികാരത്തിനനുസൃതമായി ഒരു സമവായം നമുക്കുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കാം. അതോടൊപ്പം അക്രമ സംഭവങ്ങൾക്കെതിരെ ഒന്നിനും കാത്തു നിൽക്കാതെ തന്നെയുള്ള ശക്തമായ നടപടികൾ ഇപ്പോൾ തുടരുന്നുണ്ട്. അതുണ്ടാവുകയും ചെയ്യും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ, മിന്നൽ ഹർത്താലുകളും അർദ്ധരാത്രി 12 മണിക്കാണ് ഒരാളിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഒരു മാസത്തിൽ 8 ഹർത്താലുകൾ കേരളത്തിൽ പ്രഖ്യാപിച്ചതും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ട്. സർ, 2014 ഡിസംബർ 29-ാം തീയതി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ 2015-2 KLI 442 2008 സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് 16/11/2015 ഈ സഭയിലാണ് ഹർത്താൽ നിയന്ത്രണ ബിൽ സർക്കുലേറ്റ് ചെയ്തത്. 2/12/2015 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വളരെ വിശദമായി അന്ന് സഭയുടെ വികാരം മാനിച്ചാണ് അന്ന് സെലക്ട് കമ്മിറ്റിക്ക് അയച്ചത്. സർ, നിയമപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ ബില്ലായിരുന്നു അത്. ഇന്ന് ഈ സഭയിലുണ്ട്, സഭയുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അനാവശ്യമായ ഹർത്താൽ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഏക അഭിപ്രായമാണെങ്കിൽ ഈ ബില്ല് എന്തുകൊണ്ട് ഈ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ അനാവശ്യ ഹർത്താൽ പരിപൂർണമായി നിയന്ത്രിക്കണമെന്ന് ആ ബില്ലും പറയുന്നില്ല. ഈ കാര്യത്തിൽ കേരളം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു വളരെ ശക്തമായ നിലപാട് എടുക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ്
സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ പ്രോപ്പർട്ടിയായി ഇപ്പോഴുമുള്ള ഈ ബില്ല് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് പാസ്സാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുക്കുമോ എന്നാണ് എനിക്ക് അങ്ങയിലൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. സർ, ഹർത്താലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടായിട്ടാണ് കരുതേണ്ടത്. അതായത് ഹർത്താൽ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിന് നമുക്ക് ആദ്യം സഭയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യാം. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും നടപ്പിലാക്കുന്ന കാര്യം പരിഗണിക്കാം. യെസ്. ചോദ്യം നമ്പർ 2 ശ്രീ ടി വി ഇബ്രാഹിം. ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി. പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് അവസാനിപ്പിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രി. സർ, ചോദ്യം 2 നമ്പർ 2015 ആഗസ്റ്റ് 17 അദാനി കമ്പനിയുമായി കരാർ ഒപ്പിട്ട പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് 2015 ഡിസംബർ 5-നാണ്. കരാർ പ്രകാരം 2019 ഡിസംബർ 3-നാണ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. ഓഖി ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടങ്ങളും പാറ ലഭിക്കുന്ന ബുദ്ധിമുട്ടുകളും പരിഗണിച്ച് നിർമ്മാണം പൂർത്തീകരിക്കാൻ 16 മാസം കൂടി വേണം എന്ന അദാനി കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഓഖി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പദ്ധതിയുടെ നിശ്ചിത പൂർത്തീകരണ തീയതിയെ ബാധിക്കില്ല എന്ന ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകണമെന്ന അദാനി കമ്പനിയുടെ ആവശ്യം വിഴിഞ്ഞം തുറമുഖ കമ്പനി നിരസിച്ചിട്ടുണ്ട്. സർ, ബി, വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി ഏകദേശം 70 ലക്ഷം ടൺ പാറയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാറ കണ്ടെത്തുന്നതിനുള്ള പ്രയാസം പുലിമുട്ട് നിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടാക്കുമെന്നും ആയത് പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്നും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദാനി കമ്പനി സ്വന്തം നിലയിൽ ക്വാറികൾ ആരംഭിച്ച് കല്ല് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഇതിനായി റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുടെ അനുമതികൾ തേടുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പാറ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ക്വാറികൾ തുടങ്ങുന്നതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സർ, സി ആൻഡ് ഡി ഉണ്ട്. റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചു വരുന്നു. ശ്രീ ടി വി ഇബ്രാഹിം. സർ, 2015 UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് സർ പ്രധാനപ്പെട്ട ആക്ഷേപം. ഓഖി ദുരന്തത്തിൻ്റെ ഒരു കാരണം അതിന് പറയാമെങ്കിലും ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരോഗതി ത്വരിതഗതിയിലാക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു പദ്ധതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ സീപോർട്ടാണ് സർ വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുഖേന വരുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊളംബോ തുറമുഖം ചൈനയുടെ കൈവശപ്പെടുത്തിയതിന് ശേഷം ഏറ്റവും തന്ത്രപരമായ ഒരു സീപോർട്ടായിട്ട് വളർന്നു വരേണ്ട തുറമുഖമാണിത്. അതുപോലെ തന്നെ കേരളത്തിലെ റോഡ് ഗതാഗതത്തെ ഏറ്റവും അധികം സുഗമമാക്കുന്ന കേരളത്തിലെ 80% ലോറികളുടെ ചരക്ക് ലോറികളുടെ കുറവും ഇതുമൂലം വരുന്നതോടുകൂടി വരും. ഇത്ര വലിയ ഒരു ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് സർക്കാരിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രധാനമായും 70 ലക്ഷം ടൺ ഈ പുലിമുട്ടിന് ആവശ്യമാണ് എന്ന് പറയുന്നു. ഈ 70 ലക്ഷം ടൺ പാറ ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. കാരണം ഇതിൽ തിരുവനന്തപുരം പശ്ചിമഘട്ടത്തെ ബാധിക്കാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഭാഗത്ത് ആവശ്യത്തിനുള്ള പാറയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിന്റെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കാത്തു നിൽക്കുന്ന ഈ വകുപ്പുകളെ ഒറ്റ സിറ്റിംഗിൽ ഇരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇത്രയധികം താല്പര്യത്തോടുകൂടി ഈ ഇത് ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രസക്തമാണ്. ഇത് കണക്കെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പരമാവധി വേഗതയിൽ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, തുടരുകയാണ്. ഈ സഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാറ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി കൂടുതൽ സമയം നൽകണമെന്ന കാര്യം അത് നിഷേധിച്ചിട്ടുണ്ട്. തുടർന്ന് കാര്യങ്ങൾ പാറ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് ലഭ്യമാക്കുന്നതിന് ഇവിടെ പ്രധാനപ്പെട്ട നടപടികൾ സ്വീകരിച്ച കാര്യം കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആവശ്യപ്രകാരം NOC നൽകുന്നതിനും ഖനനം നടത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വഹിക്കുന്നൊരു ഘടകമെന്ന നിലക്ക് ഫെസിലിറ്റേറ്റർ എന്ന ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക കൂടിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഇതിൻ്റെ എംപവേർഡ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കാര്യം മാത്രം നോക്കാനുള്ള ഒരു സെക്രട്ടറി, ഈ പ്രോജക്റ്റിൻ്റെ സെക്രട്ടറിയെ പോലും ഒരു സ്ഥിരമായൊരു സെക്രട്ടറി വെക്കുക. ഇതിൻ്റെ അകം തന്നെ 4 സെക്രട്ടറിമാരെ മാറ്റി കൊടുക്കുകയും ഇപ്പോൾ തന്നെ ഒരു സെക്രട്ടറിക്ക് അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയും ഇതിൻ്റെ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ കമ്മിറ്റികൾ കൃത്യസമയത്ത് യോഗം ചേരുന്നതിന് പകരം ഒരു സെക്രട്ടറി, ഫുൾ ചാർജ് ഉള്ളൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ സെക്രട്ടറിയുടെ ടെന്യൂർ എത്രയാണ്, അങ്ങനെയുള്ള സെക്രട്ടറി ഉണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുന്നതിന് നടപടിയാവില്ലേ? യെസ് സർ, ഭരണനിർവഹണ പരിപാടിയുടെ ഭാഗമായി സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും പല നിലയിലുമുള്ള ഏകീകരണ പ്രക്രിയയിൽ പുനർനിർണ്ണയിക്കുന്നത് സാധാരണഗതിയുള്ളതാണ്. പക്ഷെ അതൊന്നും തന്നെ പദ്ധതിയെ ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രതയും നിർദ്ദേശങ്ങളും തന്നെ ഉത്തരവാദപ്പെട്ടു എന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓരോ ആഴ്ചയിലും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടികൾ ക്രമീകരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഇതിനകം എത്ര കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്? ഇനി എത്ര കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കാമോ? അതോടൊപ്പം തന്നെ ഈ കുടിയൊഴിപ്പിക്കുന്നവർക്ക് തൃപ്തികരമായ പുനരധിവാസ പാക്കേജ് അടിയന്തരമായി നടപ്പിലാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, പദ്ധതി ബാധിതരുടെ നഷ്ടപരിഹാര വിതരണ പരിപാടിയുടെ ഭാഗമായി പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. 2567 പേർക്കാണ് ഇപ്പോൾ ഈ സഹായധനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത്. അത് തുടർന്ന് നിരവധി അപേക്ഷകൾ വരുന്നതുകൊണ്ട് തന്നെ ആ അപേക്ഷകളൊക്കെ തന്നെ പ്രായോഗികമായും അതിൻ്റെ വസ്തുതാപരമായ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പുനരധിവാസ പ്രശ്നത്തിന് ഏതാണ്ട് 88 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഇതിനകം ചെയ്തിട്ടുമുണ്ട്. പദ്ധതി ബാധിതരുടെ നഷ്ടപരിഹാര വിതരണ പ്രക്രിയ നൽകുന്നതിന് അതാത് സ്ഥലങ്ങളിൽ ചിപ്പി, കരമടി, മത്സ്യബന്ധനം തുടങ്ങി വിവിധ തലങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ഉപാധികളുമായി ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നിരന്തരമായ ചർച്ച നടത്തുകയും പരമാവധി സഹായം നൽകുന്നുണ്ട്. ഓരോ സഹായം നൽകുമ്പോഴും കൂടുതൽ അപേക്ഷകന്മാർ വരുന്നതുകൊണ്ട് അപ്പീൽ കമ്മിറ്റി ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ സഹായം ലഭ്യമാക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കും എന്നാണ് കാര്യത്തിൽ പറയാൻ. പ്രൊഫസർ